ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. ഇന്ന് നമ്മൾ കാണാൻ പോകുന്നത് ഹോട്ട്സ്പോട്ട് എന്ന മൂവിയിലെ മൂന്നാമത്തെ സ്റ്റോറിയാണ്. ജീവിക്കാൻ വേണ്ടിയിട്ട് വേശ്യാവൃത്തിക്ക് ഇറങ്ങിത്തിരിക്കുന്ന സ്ത്രീകളെ നമ്മൾ കണ്ടിട്ടുണ്ട്. അതുപോലെ കാശുണ്ടാക്കാൻ വേണ്ടിയിട്ട് ഒരു യുവാവ് ഈ ജോലിക്ക് ഇറങ്ങിത്തിരിക്കുന്നതാണ് ഈ ഒരു മൂവിയിൽ കാണിക്കുന്നത്. പ്രൊഡ്യൂസറിനോട് നമ്മുടെ ഡയറക്ടർ ആ കഥ പറയുകയാണ്. ആ കഥയുടെ പേര് തക്കാളി ചട്നി എന്നായിരുന്നു. സ്റ്റോറിയുടെ തുടക്കത്തിൽ തന്നെ നായികയായ അനിതയാണ് കാണിക്കുന്നത്. അവളൊരു കമ്പനിയിൽ വർക്ക് ചെയ്യുകയാണ്. ആർട്ടിക്കിൾസ് എഴുതുകയായിരുന്നു അവളുടെ ജോലി. ട്രാൻസ്ജെൻഡേഴ്സിനെ കുറിച്ചും അവരുടെ പ്രോസ്റ്റിറ്റ്യൂഷൻ ജോലികളെ കുറിച്ചൊക്കെയുള്ള ആർട്ടിക്കിളാണ് അവൾ ഇപ്പോൾ എഴുതിക്കൊണ്ടിരിക്കുന്നത്. അതിനു വേണ്ടിയിട്ട് അവരെ നേരിട്ട് കാണുകയും രാത്രിയിൽ എങ്ങനെയാണ് ഈ ജോലികൾ നടക്കുന്നതെന്ന് അവൾ നേരിട്ട് പോയി കണ്ടുപിടിക്കുകയും ചെയ്യുന്നുണ്ട്. മറ്റൊരു പ്രോജക്റ്റിന്റെ ഭാഗമായിട്ട് അവൾക്ക് കേരളത്തിലേക്ക് പോകാൻ പറ്റുമോ എന്ന് HR ചോദിക്കുമ്പോൾ അവൾ പറയുന്നുണ്ട്, തനിക്ക് അങ്ങനെ പോകാൻ പറ്റില്ല, കാരണം തനിക്ക് ഇവിടെ ഒരു റിലേഷൻഷിപ്പ് ഉണ്ട്, അവനെ ഞാൻ ഒരുപാട് മിസ് ചെയ്യും, അതുകൊണ്ട് ഈ നാട്ടിൽ തന്നെ നിൽക്കാനാണ് തനിക്ക് ആഗ്രഹമെന്ന്. അടുത്തതായിട്ട് അനിതയുടെ ഈ ബോയ് ഫ്രണ്ടിനെയാണ് കാണിക്കുന്നത്. അവന്റെ പേര് വെട്രി എന്നായിരുന്നു. IT ഉദ്യോഗസ്ഥനായ അവനാകട്ടെ ഓഫീസിലെ ബാത്റൂമിൽ കയറി മാസ്റ്റർബേഷൻ ചെയ്യുന്നത് സ്ഥിരമായിരുന്നു. എന്നാൽ ഒരു ദിവസം അവന്റെ വീഡിയോ ലീക്കാകുന്നു. കാരണം ഓഫീസിൽ CCTV ഇൻസ്റ്റാൾ ചെയ്യുന്ന സമയത്ത് അവർ അറിയാതെ ഒരു CCTV ബാത്റൂമിലും ഇൻസ്റ്റാൾ ചെയ്തിട്ടുണ്ടായിരുന്നു. മദ്യപിച്ചുകൊണ്ട് ജോലി എടുത്തതുകൊണ്ടാണ് അങ്ങനെ ഒരു അബദ്ധം ആ ജോലിക്കാർക്ക് പറ്റിയത്. അതറിഞ്ഞപ്പോൾ തന്നെ മാനേജർ അത് ഡിസ്കണക്ട് ചെയ്യാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. എന്നാൽ ആരോ ഇത് റീകണക്ട് ചെയ്തു. അങ്ങനെ വെട്രിയുടെ മാസ്റ്റർബേഷൻ വീഡിയോ ആകട്ടെ അവർ ഓഫീസ് ഗ്രൂപ്പിൽ ഷെയർ ചെയ്യുകയും ചെയ്തു. അവന്റെ കൊളീഗ്സ് എല്ലാം തന്നെ അത് കാണുകയും അവനെ കളിയാക്കുകയും ചെയ്യാൻ തുടങ്ങി. സംഭവം അറിഞ്ഞ മാനേജർ ആകട്ടെ അവനോട് പറയുന്നുണ്ട് ഇനി ഈ ഓഫീസിൽ തുടരണ്ട എന്ന്. കാരണം ഒരുപാട് പേർ കംപ്ലൈന്റ് പറഞ്ഞു, ഇവിടുത്തെ ലേഡി സ്റ്റാഫിന് നിന്നെ ഫേസ് ചെയ്യാൻ തന്നെ ബുദ്ധിമുട്ടുണ്ട്, നോട്ടീസ് പീരീഡ് പോലും കംപ്ലീറ്റ് ചെയ്യേണ്ട കാര്യമില്ല എന്ന് പറഞ്ഞിട്ട് അവനെ അവിടെ നിന്നും പറഞ്ഞു വിടുകയാണ്. ജോലി പോയ അവനാകട്ടെ അനിതയെ കാണുന്നുണ്ട്. എന്നാൽ അവളോട് പറയുന്നത് താൻ ജോലി രാജിവെച്ചു എന്നാണ്. അവിടെ ഓൾറെഡി ഒരുപാട് പ്രഷറും ഇഷ്യൂവും പൊളിറ്റിക്സും ഒക്കെയാണ്, അതുകൊണ്ടാണ് രാജിവെച്ചത്. തനിക്ക് വേറൊരു ജോബ് നല്ലത് തന്നെ കിട്ടുമെന്നും അവൻ പറയുന്നുണ്ട്. നോട്ടീസ് പീരീഡ് പോലും ഇല്ല എന്ന് പറയുമ്പോൾ അവൾ കാര്യം അന്വേഷിക്കുന്നുണ്ട്. എന്നാൽ അവൻ സത്യങ്ങളൊന്നും തന്നെ തുറന്നു പറയുന്നില്ല. അതൊക്കെ ഞാൻ പറഞ്ഞ് ശരിയാക്കി എന്നാണ് അവൻ പറയുന്നത്. അനിതയ്ക്കാകട്ടെ വീട്ടിൽ നിന്നും കല്യാണം കഴിക്കാനുള്ള പ്രഷറുണ്ട്, അതുകൊണ്ട് തന്നെ ഞാൻ നിന്റെ കാര്യം വീട്ടിൽ പറയാൻ പോവുകയാണെന്നും എത്രയും പെട്ടെന്ന് ഒരു ജോലി സെറ്റാക്കാനും അവൾ പറയുന്നുണ്ട്. അതെല്ലാം ഞാൻ നോക്കിക്കോളാന്ന് അവൻ പറയുന്നു. കോളേജ് കാലം തൊട്ടേ നീ തന്നെയാണ് എന്റെ വൈഫ് എന്നാണ് ഞാൻ എന്റെ മനസ്സിൽ കരുതി വെച്ചേക്കുന്നത്, അതുകൊണ്ട് അത് മാത്രമേ നടക്കൂ എന്നും അവൻ പറയുന്നു. പിറ്റേന്നാകട്ടെ അവൻ തന്റെ ഫ്രണ്ടിനോട് അനിതയെ പറ്റിയൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. അപ്പൊ നിനക്ക് കോളേജിൽ വേറെയും കുറെ പെണ്ണുങ്ങളെ നോട്ടം ഉണ്ടായിരുന്നല്ലോ, എന്നാൽ അതെല്ലാം വെറുതെ ഫിസിക്കൽ അട്രാക്ഷൻ മാത്രമായിരുന്നുവെന്നും അനിതയാണ് ഞാൻ എന്റെ വൈഫായിട്ട് സങ്കല്പിക്കുന്നതെന്നും അവൻ പറയുന്നുണ്ട്. ലവ് വേറെ, ലസ്റ്റ് വേറെ. അങ്ങനെ അവൻ പല ജോലിക്കും ശ്രമിച്ചെങ്കിലും ഒന്നും തന്നെ നടന്നില്ല. 3 മാസം കടന്നുപോയി. അപ്പോഴും അവന് ജോലി ഇല്ലാതിരിക്കുകയാണ്. EMIയും വീട്ടിലെ ചെലവും എല്ലാം കൂടി അവൻ ഒരുപാട് ക്യാഷിന്റെ ആവശ്യമുണ്ടായിരുന്നു. അങ്ങനെ ഒരു ദിവസം ബീച്ചിൽ വിഷമിച്ചിരുന്ന അവന്റെ അടുത്തേക്ക് ഒരാൾ വന്നിരിക്കുന്നു. അയാൾ അവനോട് സംസാരിക്കുമ്പോൾ അവന് ജോലിയാണ് ആവശ്യമെന്ന് മനസ്സിലായി. തന്റെ ഒരു ഫ്രണ്ട് IT കമ്പനിയിലെ HR ആണെന്നും ഞാൻ അവനോട് പറഞ്ഞ് ജോലി സെറ്റാക്കി തരാമെന്നും അയാൾ പറയുന്നുണ്ട്. എന്നിട്ട് അവന്റെ നമ്പരും വാങ്ങുന്നു. വീട്ടിലാകട്ടെ അമ്മ പറയുന്നുണ്ട്, എത്രയും പെട്ടെന്ന് നീ ഒരു ജോലി കണ്ടെത്തിയേ പറ്റൂ, കാരണം അവന്റെ പെങ്ങളുടെ കല്യാണം ഉറപ്പിച്ചിരിക്കുകയാണ്, സ്ത്രീധനമായിട്ട് കുറച്ച് ക്യാഷ് കൊടുക്കാനുണ്ട്, അതുകൊണ്ട് അതിനെല്ലാം തന്നെ അവൻ ജോലിക്ക് പോയെങ്കിലേ പറ്റൂ. അവന്റെ അമ്മ ഒരു ടീച്ചറായിരുന്നു. വിവാഹശേഷം അവന്റെ അച്ഛൻ അവന്റെ അമ്മയെ ജോലിക്ക് വിട്ടിരുന്നില്ല. എന്റെ കൂടെയുള്ള എല്ലാവരും തന്നെ നല്ലെടുത്ത് ടീച്ചേഴ്സായിട്ട് ജോലി ചെയ്യുകയാണ്. ഞാനന്ന് ജോലിക്ക് പോയിരുന്നെങ്കിൽ ഇന്ന് ഈ കഷ്ടപ്പാടൊന്നും ഉണ്ടാകില്ല എന്ന് അവർ പറയുന്നുണ്ട്. കുറച്ചു കഴിയുമ്പോൾ ആ ബീച്ചിൽ വെച്ച് കണ്ട അയാളാകട്ടെ അവനെ വിളിക്കുന്നുണ്ട്. നിന്റെ ജോലിയുടെ കാര്യം ഞാൻ ഒരാളോട് പറഞ്ഞിട്ടുണ്ട്, ഒരാഴ്ചക്കുള്ളിൽ എന്തെങ്കിലും സെറ്റ് ആകുമെന്നും പറയുന്നു. അവൻ താങ്ക്സും പറയുന്നു. എന്നിട്ട് അയാൾ വേറൊരു കാര്യം അവനോട് ചോദിക്കുന്നുണ്ട്. ക്യാഷിന് ആവശ്യമുള്ള വേറെ ഏതെങ്കിലും പയ്യന്മാരെ അറിയാവോ? ഹസ്ബൻഡ് പുറത്തുള്ള ഒരു ലേഡി ഉണ്ട്, അവർക്ക് ഒരു രാത്രിക്ക് ഒരു പയ്യനെ വേണം. അങ്ങനെ ആരെങ്കിലും നിന്റെ ഫ്രണ്ട്സ് ഉണ്ടെങ്കിൽ പറയണമെന്നും നല്ല ക്യാഷ് കിട്ടുമെന്നും അയാൾ പറയുന്നുണ്ട്. 20,000 രൂപയായിരുന്നു ഒരു നൈറ്റിന് വേണ്ടി അയാൾ പറഞ്ഞത്. തന്റെ അറിവിൽ അങ്ങനെ ആരും ഇല്ലാന്ന് പറഞ്ഞിട്ട് അവൻ കാള് കട്ട് ചെയ്യുന്നു. എന്നാൽ അതിനുശേഷം ക്യാഷിന്റെ കാര്യം ആലോചിക്കുമ്പോൾ തനിക്ക് തന്നെ ആ ജോലിക്ക് പോയിക്കൂടെ എന്ന് അവന് തോന്നാൻ തുടങ്ങി. കാരണം ഒരു നൈറ്റിന് 20,000 രൂപയാണ് കിട്ടുന്നത്. അങ്ങനെ വെട്രി രണ്ടും കൽപ്പിച്ച് ആ ബ്രോക്കറെ വിളിക്കുന്നുണ്ട്. ഒരാളുണ്ടെന്നും അത് വേറെ ആരുമല്ല താൻ തന്നെയാണെന്നും പറയുന്നു. ഇത് കേട്ട് അയാൾ ചിരിക്കുന്നു. അതൊന്നും കുഴപ്പമില്ല, ഞാൻ പറയുന്ന സമയത്ത് നീ പറയുന്നിടത്ത് വന്നാ മതി എന്ന് പറയുന്നുണ്ട്. അങ്ങനെ അവൻ കുളിച്ച് റെഡിയായി അയാൾ പറഞ്ഞ ഹോട്ടലിലേക്ക് ചെല്ലുന്നു. അവൻ റൂം തുറന്ന് അകത്തേക്ക് ചെന്നപ്പോൾ ഒരു ലേഡി അവിടെ ഇരിപ്പുണ്ടായിരുന്നു. അവന്റെ പേരൊക്കെ മാറ്റിയിട്ടാണ് അവൻ പറയുന്നത്. ആ സ്ത്രീയാകട്ടെ അവനോട് പോയി കുളിച്ചിട്ട് വരാൻ പറയുന്നു. എന്നാൽ താൻ വീട്ടിൽ നിന്ന് കുളിച്ചിട്ട് ഇറങ്ങിയതെന്ന് അവൻ പറയുന്നുണ്ട്. ബൈക്കിലല്ലേ നീ വന്നത്, അതുകൊണ്ട് ഒന്നുകൂടി കുളിക്കാൻ അവർ ആവശ്യപ്പെടുന്നു. അങ്ങനെ അവൻ കുളിച്ചിട്ട് വന്നു കഴിയുമ്പോൾ അവന്റെ ഒരു വെപ്രാളമൊക്കെ കണ്ടിട്ട് അവർ ചോദിക്കുന്നുണ്ട്, ആദ്യമായിട്ടാണോ എന്ന്. ഇങ്ങനെ ഞാൻ ആദ്യമായിട്ടാണെന്ന് അവൻ പറയുന്നുണ്ട്. എന്നാ പിന്നെ നമുക്ക് തുടങ്ങാമെന്ന് അവർ പറയുന്നു. ഞാൻ പറയുന്ന പ്രകാരം നിന്റെ ഡ്രസ്സെല്ലാം അഴിക്കാനും അവനോട് പറയുന്നുണ്ട്. ആ ഒരു രാത്രിക്ക് ശേഷം അവന്റെ ലൈഫ് തന്നെ മാറി. പിന്നീട് അങ്ങോട്ട് അവനത് സ്ഥിരം ജോലിയാക്കി മാറ്റി. ആ ബ്രോക്കർ പറയുന്നതനുസരിച്ച് പല സ്ത്രീകളുടെ അടുത്തേക്ക് അവൻ പോയി. അവൻ ആവശ്യത്തിൽ കൂടുതൽ പണം കിട്ടാൻ
നടത്താൻ തുടങ്ങി. ചില ടൈമിൽ ഒരു റൂമിൽ തന്നെ 2 ലേഡീസ് ഉണ്ടായിരുന്നു. ചില പെണ്ണുങ്ങളാകട്ടെ വീട്ടിൽ ഹസ്ബൻഡ് ഉള്ള ടൈമിൽ പോലും അവനെ വിളിച്ചു വരുത്തിയിരുന്നു. ഹസ്ബൻഡിന് പോലും ഒരു ഇഷ്യൂ ഇല്ല. ചില പെണ്ണുങ്ങളാകട്ടെ കാര്യം കഴിഞ്ഞു കഴിയുമ്പോൾ അവനോട് പ്രണയാഭ്യർത്ഥന വരെ നടത്താൻ തുടങ്ങി. എന്നാൽ അവൻ അതൊട്ടും ഇഷ്ടപ്പെട്ടില്ല. അതിൽ നിന്നെല്ലാം അവൻ ഒഴിഞ്ഞു മാറി. അവൻ ഈ കാര്യങ്ങളെല്ലാം തന്നെ അവന്റെ ഫ്രണ്ട് പ്രസാദിനോട് പറയുന്നുണ്ടായിരുന്നു. പോലീസിനെ ഒന്നും ഈ കാര്യത്തിൽ പേടിക്കേണ്ടത് ചിലയിടത്ത് ഹസ്ബൻഡുകളെയാണ്. വീട്ടിൽ കയറി എന്തെങ്കിലും ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്തായിരിക്കും അവരുടെ ഹസ്ബൻഡ് വരുന്നത്. പിന്നെ അവിടെ നിന്ന് അയാൾ കാണാതെ ഇറങ്ങി ഓടേണ്ടി വരും. അങ്ങനെ വെട്രി ഈ ജോലി തുടർന്നുകൊണ്ടേയിരുന്നു. ഒരു ദിവസം അനിതയോട് അവളുടെ HR പറയുന്നുണ്ട്, എനിക്കൊരു ആർട്ടിക്കിൾ കൂടി വേണം. മെയിൽ സെക്സ് വർക്കേഴ്സിനെ പറ്റിയായിരിക്കണം ആ ആർട്ടിക്കിൾ. അത് താൻ എത്രയും പെട്ടെന്ന് റെഡിയാക്കി തരാമെന്ന് അനിത പറയുന്നു. അനിത അതിനു വേണ്ടിയിട്ട് ആരെയോ വിളിക്കുന്നതും കാണിക്കുന്നുണ്ട്. എനിക്ക് മെയിൽ സെക്സ് വർക്കേഴ്സിനെ പറ്റി ഒരു ആർട്ടിക്കിൾ വേണം. നിങ്ങളുടെ നമ്പർ എന്റെ ഒരു ഫ്രണ്ടാണ് തന്നത്. അതുകൊണ്ട് ആ ഒരു കാര്യത്തിൽ എന്നെ ഹെൽപ്പ് ചെയ്യാൻ പറ്റുമെന്ന് അയാളോടും ചോദിക്കുന്നു. വെട്രിയുടെ ഫിനാൻഷ്യൽ പ്രോബ്ലംസ് എല്ലാം തന്നെ മാറി. അനിത അവനോട് ജോലി സെറ്റായോ എന്ന് ചോദിച്ചപ്പോൾ അവൻ പറയുന്നുണ്ട് താൻ തന്റെ ഫ്രണ്ടിന്റെ ഒരു ബിസിനസ്സിൽ പാർട്ണറായി എന്ന്. അതുകൊണ്ട് ഇപ്പോൾ നല്ല വരുമാനമുണ്ടെന്ന്. അത് നല്ലതാണെന്ന് അനിതയും പറയുന്നു. അങ്ങനെ ഒരു ദിവസം ആ ബ്രോക്കർ പറഞ്ഞിട്ട് വെട്രി ഒരു ഹോട്ടലിലേക്ക് പോവുകയാണ്. അയാൾ പറയുന്നുണ്ട് കസ്റ്റമർ അവിടെ കുറെ നേരമായിട്ട് വെയിറ്റിംഗ് ആണ്, നീ പെട്ടെന്ന് ചെല്ലണം. റൂം നമ്പർ 157 ആണെന്നും പറയുന്നു. അവൻ അത് ക്ലിയർ ആയിട്ടൊന്നും കേൾക്കുന്നുണ്ടായിരുന്നില്ല. അവനങ്ങനെ ഡോറിൽ പോയി നോക്ക് ചെയ്യുന്നു. ആരും തന്നെ തുറന്നില്ല. ഡോർ തുറന്നു കിടക്കുകയായിരുന്നു. അവൻ പതിയെ ഉള്ളിലേക്ക് കയറിയതും ഒരു ലേഡി ബെഡിൽ കിടന്നുറങ്ങുന്നുണ്ടായിരുന്നു. അവൻ മാഡം എന്ന് വിളിച്ചതും ആ ലേഡി പതിയെ തിരിഞ്ഞു കിടക്കുന്നു. അവരെ കണ്ടതും അവൻ പേടിച്ച് അവിടെ നിന്നും ഇറങ്ങി ഓടുന്നു. കാരണം അത് അവന്റെ അമ്മ തന്നെയായിരുന്നു. അതോടുകൂടി വെട്രി ആകെ തകർന്നു പോയി. അവൻ നേരെ വീട്ടിലേക്ക് ചെല്ലുന്നു. ഭ്രാന്ത് പിടിച്ചപ്പോഴുള്ള അവസ്ഥയായിരുന്നു അവന്റേത്. അതേസമയം യഥാർത്ഥത്തിൽ വെട്രി കാണേണ്ട ആ ലേഡിയാകട്ടെ ബ്രോക്കറിനെ വിളിക്കുന്നുണ്ട്. ഞാൻ കുറെ നേരമായിട്ട് ഇവിടെ വെയിറ്റ് ചെയ്യുക, ഇതുവരെ ആ പയ്യൻ വന്നില്ല എന്ന് പറയുന്നു. ശരിക്കും ആ ലേഡിയായിരുന്നു അവൻ കാണാൻ പോകേണ്ടിയിരുന്നത്. അവരുടെ റൂം നമ്പർ ആയിരുന്നു 157. അവൻ പോയി കൊട്ടിയതാകട്ടെ വേറൊരു റൂമിലുമാണ്. അതവന്റെ അമ്മയും അമ്മയുടെ കൂട്ടുകാരികളും ചേർന്നിട്ട് ഗെറ്റ് ടുഗദറിന് വേണ്ടി എടുത്ത റൂമായിരുന്നു. അത് 187 ആയിരുന്നു. വെട്രി ശരിക്കും അവന്റെ അമ്മയെ തെറ്റിദ്ധരിച്ചിരിക്കുകയാണ്. ശരിക്കും വെട്രിയുടെ അമ്മ അവിടെ ആകട്ടെ തന്റെ ഫ്രണ്ടിന് ഒരു ബർത്ത്ഡേ സർപ്രൈസും കൂടെ കൊടുക്കാനാണ് പോയത്. അതുകൊണ്ട് തന്നെ ഹസ്ബൻഡിനോട് പറഞ്ഞത് താൻ തിരുപ്പതി അമ്പലത്തിൽ പോവുകയാണെന്നാണ്. അല്ലെങ്കിൽ അവരുടെ ഹസ്ബൻഡ് വിടില്ലായിരുന്നു. അമ്മ എവിടെ പോയി എന്ന് അച്ഛനോട് അവൻ ചോദിക്കുമ്പോൾ തിരുപ്പതി പോയി എന്നാണ് അവന്റെ അച്ഛനും പറയുന്നത്. അവൻ ഇതെല്ലാം കേട്ടിട്ട് ദേഷ്യം വരാൻ തുടങ്ങി. തിരുപ്പതി പോവാന്ന് പറഞ്ഞിട്ട് അമ്മ ഹോട്ടൽ റൂമിലേക്കാണ് പോയിരിക്കുന്നത്. ബ്രോക്കർ ആകട്ടെ അവനെ മാറി മാറി വിളിച്ചെങ്കിലും അവൻ ഫോൺ എടുത്തില്ല. അവൻ ആകെ തകർന്നിരിക്കുകയായിരുന്നു. തന്റെ അമ്മയും ഇങ്ങനെ ഒരു കാര്യത്തിന് ഇറങ്ങി തിരിച്ചു എന്ന് കരുതിയിട്ട് അവൻ ആകെ സങ്കടത്തിലായിരുന്നു. പിന്നീട് അവന്റെ അമ്മയെ കാണുമ്പോഴെല്ലാം തന്നെ അവന്റെ മനസ്സിലേക്ക് അതാണ് വരുന്നത്. അത് കാരണം അവൻ അമ്മയോട് വെറുപ്പും ദേഷ്യവും കാണിക്കാൻ തുടങ്ങി. അതിനിടയ്ക്ക് അവന്റെ അമ്മയ്ക്ക് ഒരു കോള് വരുന്നുണ്ട്. ഞാൻ ഇപ്പോൾ തന്നെ വരാമെന്ന് പറഞ്ഞിട്ട് അവിടെ നിന്നും ഇറങ്ങുന്നുണ്ട്. ദേഷ്യത്തോട് അവൻ ചോദിക്കുന്നുണ്ട് എവിടെയാ പോകുന്നതെന്ന്. ഞാൻ അമ്പലത്തിൽ പോവുകയാണെന്ന് അവന്റെ അമ്മ പറയുന്നു. എന്നാൽ ഞാനും കൂടെ വരാമെന്ന് അവൻ പറയുന്നു. അവര് വേണ്ടാന്ന് പറഞ്ഞിട്ടും അവൻ നിർബന്ധിച്ച് അവന്റെ അമ്മയുടെ കൂടെ പോകുന്നു. ഇതിനിടെ ആകട്ടെ ആ ബ്രോക്കറിനെ അന്ന് അവൻ കാണാൻ പോകേണ്ടിയിരുന്ന ആ ലേഡി വിളിച്ചിട്ട് കംപ്ലൈന്റ് പറയുന്നുണ്ട്. കാരണം അവരുടെ ഒരു ചെയിൻ കാണാതായി എന്ന്. വെട്രിയായിരിക്കാം അതെടുത്തതെന്ന് ആ ബ്രോക്കർ തെറ്റിദ്ധരിക്കുന്നു. അത് കാരണം വെട്രിയെ തപ്പി നടക്കുകയായിരുന്നു ബ്രോക്കർ. അവനാകട്ടെ അയാളുടെ കോള് എടുക്കുന്നുമുണ്ടായിരുന്നില്ല. അമ്മയുടെ കൂടെ അമ്പലത്തിലേക്ക് പോകുന്ന വഴിയാകട്ടെ അവനൊരിടത്ത് ബൈക്ക് നിർത്തിയിട്ട് അമ്മയോട് സംസാരിക്കാൻ ശ്രമിക്കുന്നുണ്ട്. ഇന്നലെ അമ്മ എവിടെയായിരുന്നു എന്ന് അവൻ ചോദിക്കുന്നുണ്ട്. ഞാൻ അമ്പലത്തിൽ പോയതാണെന്ന് അവർ പറയുന്നുണ്ട്. എന്നാൽ അതെല്ലാം കള്ളമല്ലേ എന്ന് അവൻ തിരിച്ചു ചോദിക്കുന്നു. ഇന്നലെ നിങ്ങൾ ഹോട്ടലിലായിരുന്നു എന്ന് എനിക്ക് അറിയാമെന്ന് അവൻ പറയുന്നുണ്ട്. എനിക്കതിനെ കുറിച്ച് ആലോചിക്കുമ്പോൾ തന്നെ ദേഷ്യം വരുന്നു. വെട്രി എന്തുദ്ദേശിച്ചിട്ടാണ് ഈ ദേഷ്യപ്പെടുന്നതെന്ന് അവന്റെ അമ്മയ്ക്ക് അപ്പോഴും മനസ്സിലായിട്ടുണ്ടായിരുന്നില്ല. ഞാനിങ്ങനെ കള്ളം പറഞ്ഞിട്ട് പോകാൻ കാരണം നിന്റെ അച്ഛനാണെന്നും ഞാൻ പലതവണ അയാളോട് കെഞ്ചിയും കേണോ അപേക്ഷിച്ചിട്ടുണ്ട്. എന്നാൽ അയാൾ ഒന്നും സമ്മതിക്കാത്ത കാരണമാണ് എനിക്കിങ്ങനെ കള്ളം പറഞ്ഞു പോകേണ്ടി വന്നതെന്നും അവന്റെ അമ്മ പറയുന്നുണ്ട്. അവന്റെ അമ്മ യഥാർത്ഥത്തിൽ അവരുടെ ഫ്രണ്ട്സിനെ കാണാൻ പോകുന്ന കാര്യമായിരുന്നു പറഞ്ഞത്. എന്നാൽ വെട്രി ഇതിനെ മറ്റൊരു രീതിയിലാണ് തെറ്റിദ്ധരിച്ചെടുക്കുന്നത്. അവൻ കാര്യങ്ങൾ തുറന്നു പറയാൻ തുടങ്ങുമ്പോഴേക്കും ആ ബ്രോക്കർ ആകട്ടെ വഴിയിൽ വെച്ച് അവനെ കാണുകയും അവനോട് വന്ന് സംസാരിക്കുകയും ചെയ്യുന്നു. നീ ഇന്നലെ പോയ ആ ലേഡിയുടെ ചെയിൻ കാണുന്നില്ല എന്നും നീയാണോ അത് എടുത്തതെന്നും ചോദിക്കുന്നുണ്ട്. താനൊരു ചെയിനും എടുത്തിട്ടില്ല എന്നും താൻ ആ ലേഡിയെ കണ്ടിട്ടില്ല എന്നും അവൻ പറയുന്നുണ്ട്. എന്നാൽ അയാൾ അത് സമ്മതിക്കുന്നില്ല. അവൻ നേരെ പോയി അമ്മയോട് ചോദിക്കുന്നുണ്ട് അമ്മയുടെ എന്തെങ്കിലും ചെയിൻ കളഞ്ഞു പോയോ എന്ന്. ഇല്ല എന്ന് അവർ പറയുന്നു. അവൻ നേരെ വന്ന് ബ്രോക്കറോട് പറയുന്നുണ്ട് ഇന്നലെ ഞാൻ കാണാൻ വേണ്ടി പോയത് ഇതേ ലേഡിയെ തന്നെയാണ്. ഇവരെന്റെ അമ്മ കൂടിയാണ്. അവരുടെ ചെയിനൊന്നും കളഞ്ഞു പോയിട്ടില്ല. എന്നാൽ അയാൾ പറയുന്നുണ്ട് ഇന്നലെ ഞാൻ നിനക്ക് വേണ്ടി കണ്ടെത്തി വെച്ചിരുന്ന ലേഡി ഇവരല്ല. എന്നിട്ട് അവരുടെ ഫോട്ടോയും കാണിക്കുന്നുണ്ട്. റൂം നമ്പർ 157 ഞാൻ പോകാൻ പറഞ്ഞത്. വെട്രിക്ക് അപ്പോഴാണ് കാര്യങ്ങളെല്ലാം മനസ്സിലാകുന്നത്. അവൻ റൂം മാറിയാണ് കയറിയിരിക്കുന്നത്. 157 പകരം 87 അവൻ പോയത്. അവിടെ അവന്റെ അമ്മയും ഫ്രണ്ട്സുമായിരുന്നു. 157 അവൻ കാണേണ്ടിയിരുന്ന ക്ലയന്റ്. താൻ ഇത്രയും നേരം അമ്മയെ തെറ്റിദ്ധരിച്ചതാണെന്ന് അവന് മനസ്സിലായി. അതോടൊപ്പം തന്നെ അവന് സമാധാനവുമായി. തന്റെ അമ്മ അങ്ങനൊരു കാര്യത്തിന് പോയിട്ടില്ല. ഇതിനിടെ ആ ബ്രോക്കർക്കാകട്ടെ ആ ലേഡിയുടെ കോളും വരുന്നുണ്ട്.
അവർക്ക് ആ ചെയിൻ തിരിച്ചു കിട്ടിയെന്നും അത് അവിടുത്തെ സ്റ്റാഫാണ് അടിച്ചു മാറ്റിയതെന്നും പറയുന്നു. പക്ഷേ അതിനേക്കാൾ വലിയൊരു പ്രശ്നം അവിടെ നടക്കാൻ പോവുകയായിരുന്നു. അവനെ കാണാൻ ഒരു പെണ്ണ് വന്നിട്ടുണ്ടെന്ന് ആ ബ്രോക്കർ പറയുന്നു. അത് മറ്റാരുമായിരുന്നില്ല, അനിതയായിരുന്നു. മെയിൽ സെക്സ് വർക്കേഴ്സിനെ പറ്റി ആർട്ടിക്കിൾ എഴുതാൻ വേണ്ടിയിട്ട് അനിതയാകട്ടെ കോണ്ടാക്ട് ചെയ്തത് ഈ ബ്രോക്കറെയായിരുന്നു. ആ ബ്രോക്കർ കാണിച്ചു കൊടുത്തതാകട്ടെ നമ്മുടെ വെട്രിയെയും. അനിത ആകെ ഷോക്കായി പോകുന്നു. അവൾ ഒന്നും മിണ്ടാതെ വീട്ടിലേക്ക് തിരിച്ചുപോയി. അവൻ അവളെ കണ്ട് സംസാരിക്കാൻ വേണ്ടി അവിടേക്ക് ചെല്ലുന്നു. ജോലി കിട്ടിയെന്ന് കള്ളം പറഞ്ഞിട്ട് ഇത്രയും കാലം ഇവൻ ചെയ്തുകൊണ്ടിരുന്നത് ഇതാണെന്ന് മനസ്സിലാക്കിയ അനിത അവനോട് ഷൗട്ട് ചെയ്യാൻ തുടങ്ങി. എന്നോടുള്ള പ്രണയവും എല്ലാം തന്നെ കള്ളത്തരമായിരുന്നു എന്ന് എനിക്ക് മനസ്സിലായി എന്ന് അവൾ പറയുന്നുണ്ട്. എന്നാൽ അവൻ പറയുന്നുണ്ട്, നിന്നോടുള്ള പ്രണയം സത്യമാണെന്നും ഞാൻ ഇവരോടൊക്കെ വെറും ലെസ്റ്റ് മാത്രമാണ് വെച്ചിരുന്നതും ലെസ്റ്റും ലവും വേറെയാണെന്നും അവൻ പറയുന്നു. താനിതൊന്നും തന്റെ ഇഷ്ടത്തിനല്ല ചെയ്തതെന്നും ഗതികേട് കൊണ്ട് ചെയ്തതാണെന്നും അവൻ പറയുന്നുണ്ട്. അവിടെ നടന്ന കാര്യങ്ങളെല്ലാം തന്നെ അവൻ വിവരിച്ചു കൊടുക്കുന്നു. ഞാനിതൊരു ജോലിയായിട്ട് മാത്രമേ കണ്ടിട്ടുള്ളൂ എന്നും അവൻ പറയുന്നുണ്ട്. എല്ലാം കേട്ടിട്ട് അവൾ പറയുന്നുണ്ട്, ഒരു പെണ്ണിനോട് ഇഷ്ടം തോന്നാതെ സെക്സ് ചെയ്യാനും തോന്നത്തില്ല, ഒരു പെണ്ണിനെ ഇഷ്ടപ്പെടാതെ അവൻ ഇറക്ഷൻ പോലും വരില്ല എന്ന്. അവൻ വീണ്ടും വീണ്ടും ലവ് വേറെയാണ് ലെസ്റ്റ് വേറെയാണെന്ന് പറഞ്ഞുകൊണ്ടേയിരുന്നു. എത്ര പെണ്ണുങ്ങളുടെ കൂടെ ഞാൻ ഇരുന്നാലും അവിടെയൊന്നും പ്രണയം ഉണ്ടാകില്ല, ലെസ്റ്റ് മാത്രമേ ഉണ്ടാകൂ. അവൻ ഈ പറയുന്നതെല്ലാം കേട്ടിട്ട് അവന് നല്ലൊരു പണി കൊടുക്കണമെന്ന് അവൾക്ക് തോന്നുന്നുണ്ട്. നീ പറയുന്ന എല്ലാം ഓക്കെയാണ്, ഞാൻ ഇത്രയും കാലം വേറേതൊരു ലോകത്താണ് ജീവിച്ചിരുന്നത്. ഒരു കാര്യം ചെയ്യാം, ഞാൻ നിന്നെ പോലെ ചിന്തിച്ചു തുടങ്ങാം. അവനെ തെറ്റിദ്ധരിച്ചതിലെല്ലാം തന്നെ അവനോട് സോറി പറയുന്നുണ്ട്. ഇനി ഒരു കാര്യം കൂടിയുണ്ട്, ലെസ്റ്റിന് വേണ്ടി എനിക്ക് നിന്റെ ഫ്രണ്ട് പ്രസാദിന്റെ കൂടെ സെക്സ് ചെയ്യണം, നീ അവനെ ഇവിടെ കൊണ്ടുവരണമെന്ന്. ഇത് കേട്ടതും വെട്രി ഞെട്ടുന്നു. അവനാകട്ടെ തിരിച്ചൊന്നും പറയാനും വയ്യ. അങ്ങനെ നീ നിന്റെ ഫ്രണ്ട് പ്രസാദിനെ ഇവിടേക്ക് കൂട്ടിക്കൊണ്ട് വന്നില്ലെങ്കിൽ ഞാൻ നിന്റെ കൂടെ ബ്രേക്കപ്പ് ചെയ്യുമെന്ന് കൂടി അവള് പറയുന്നു. വേറെ വഴിയില്ലാതെ അവൻ അവന്റെ ഫ്രണ്ട് പ്രസാദിനെ കൂട്ടിക്കൊണ്ടുവരുന്നു അവിടേക്ക്. എന്നാൽ പ്രസാദിനോട് കാര്യം എന്താണെന്ന് അവൻ പറഞ്ഞിട്ടുണ്ടായിരുന്നില്ല. വെട്രി മനസ്സോടെ ആകെ ദേഷ്യത്തോടും കൂടിയാണ് അവിടെ ഇരുന്നത്. അനിതയാകട്ടെ പ്രസാദിനോട് പറയുന്നുണ്ട്, ഞാൻ പോയി കുളിച്ചിട്ട് വരാമെന്നും നിനക്ക് കുളിക്കണമെങ്കിൽ അവിടെ വാഷ്റൂം ഉണ്ട്, പോയി കുളിച്ചിട്ട് വരാൻ. അവിടെ എന്തൊക്കെയാ നടക്കുന്നതെന്ന് പ്രസാദിന് മനസ്സിലാകുന്നുണ്ടായിരുന്നില്ല. വെട്രിക്ക് ആകെ ദേഷ്യം വന്നിരിക്കുകയാണ്. കാര്യം ചോദിക്കുമ്പോൾ ഒടുവിൽ വെട്രി തുറന്നു പറയുന്നു. പ്രസാദ് തന്നെ കൊണ്ടൊന്നും പറ്റില്ല എന്ന് പറയുന്നുണ്ട്. കുളിച്ചിട്ട് വന്ന അനിതയാകട്ടെ പ്രസാദിനെ റൂമിനുള്ളിലേക്ക് വിളിച്ചുകൊണ്ട് പോവുകയും വെട്രിയെ പുറത്തേക്ക് തള്ളിവിടുകയും ചെയ്യുന്നുണ്ട്. ഒടുവിൽ അത്രയും നേരം അവന്റെ ഉള്ളിലുണ്ടായിരുന്ന ദേഷ്യമെല്ലാം പുറത്തേക്ക് വരുന്നുണ്ട്. എന്റെ കൺമുന്നിൽ വെച്ചിട്ട് എന്റെ ഫ്രണ്ടിന്റെ കൂടെ നീ ഇത് ചെയ്യാൻ പറ്റില്ല എന്ന് അവൻ തുറന്നു പറയുന്നു. എന്നാൽ അവള് പറയുന്നുണ്ട്, ഞാൻ നിന്നെ മാത്രമാണ് പ്രണയിക്കുന്നത്, അവനോട് എനിക്ക് ലെസ്റ്റ് മാത്രമേ ഉള്ളൂ, അതിനകത്തൊരു തെറ്റുമില്ലെന്നല്ലേ നീ ഇത്രയും കാലം പറഞ്ഞുകൊണ്ടിരുന്നത്, ഇപ്പൊ നിനക്ക് എന്ത് പറ്റിയെന്നും ചോദിക്കുന്നു. നിങ്ങൾ ആണുങ്ങൾ ചെയ്താൽ അതെല്ലാം നോർമലാ, പക്ഷെ ഞങ്ങൾ സ്ത്രീകൾ ചെയ്ത് കഴിഞ്ഞാൽ അത് നിങ്ങൾക്ക് ഇഷ്ടപ്പെടില്ല. എനിക്കും പല ആണുങ്ങളോടും അട്രാക്ഷൻ തോന്നാറുണ്ട്, അല്ലാതെ നിന്നോട് മാത്രമല്ല തോന്നുന്നത്. പക്ഷെ നീ ചെയ്യുന്ന പോലെ ഞാൻ ആരുടെയും കൂടെ ഒന്നും ചെയ്തിട്ടില്ല. കാരണം ഞാൻ നിന്നെ പ്രണയിക്കുന്നുണ്ട്. എന്റെ ലവും ലസ്റ്റും എല്ലാം തന്നെ നിന്നോട് മാത്രമായിരിക്കും. അതെനിക്ക് നിന്നോടുള്ള കമ്മിറ്റ്മെന്റ് ആണ്. അത് നിനക്ക് തിരിച്ചില്ലാത്തത് കൊണ്ടാണ് നിനക്ക് ലവ് വേറെയും ലസ്റ്റ് വേറെ ആയിട്ട് തോന്നുന്നത്. നീ പറയുന്ന കാര്യങ്ങളെല്ലാം അംഗീകരിക്കാൻ ഞാൻ തയ്യാറാണ്. ലവ് വേറെ ലസ്റ്റ് വേറെ. നിന്റെ ഐഡിയോളജി അങ്ങനെയാണെങ്കിൽ നിന്റെ പാർട്ട്ണറും അങ്ങനെ തന്നെ ഇരിക്കാൻ വേണ്ടിയിട്ട് നീ സമ്മതിക്കണം. അല്ലാതെ നീ മാത്രം നിനക്ക് തോന്നിയ പോലെ നടന്നിട്ട് ഞാൻ മാത്രം നിന്റെ കൂടെ മാത്രമേ എല്ലാം ചെയ്യാവൂ എന്ന് പറയുന്നത് തെറ്റാണെന്നും അവൾ പറയുന്നു. ഞാൻ നിന്നെ വിട്ടിട്ടൊന്നും പോകില്ല, ഞാൻ ഇപ്പോഴും നിന്നെ പ്രണയിക്കുന്നുണ്ട്, പക്ഷെ നീ എന്ത് വേണമെന്ന് നീ തന്നെ തീരുമാനിച്ചെങ്കിലേ പറ്റൂ. അത്രയും പറഞ്ഞുകൊണ്ട് ആ ഡയറക്ടർ ആ കഥ അവസാനിപ്പിക്കുകയാണ്. നമ്മുടെ നാട്ടിലും വൈഫിനെ ചതിച്ചിട്ട് പല സ്ത്രീകളുമായിട്ടും ബന്ധം പുലർത്തുന്ന ഹസ്ബൻഡുകളും ഉണ്ടെന്ന് അവൻ പറയുന്നുണ്ട്. പ്രൊഡ്യൂസറിനും അത് നല്ല പോലെ കൊണ്ടിരുന്നു, കാരണം അയാൾക്ക് മറ്റൊരു റിലേഷൻഷിപ്പ് ഉണ്ടായിരുന്നു. അപ്പോഴേക്കും ഡയറക്ടർ ആകട്ടെ അടുത്ത കഥ പറയാൻ വേണ്ടി തുടങ്ങുകയാണ്. അടുത്ത കഥ നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം. ഈ കഥ എങ്ങനെ ഉണ്ടായിരുന്നു എന്ന് താഴെ കമന്റ് ചെയ്യുക. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കണ്ട.